ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 2 ദിവസം മുൻപ് ബിഗ് ബോസ് ഹൗസിനകത്ത് കോളിളക്കം സൃഷ്ടിച്ച ആര്യൻ ജിസിഎൽ വിഷയത്തിൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താം കേട്ടോ. ബിഗ് ബോസ് വീടിനകത്ത് ബെഡ്റൂമിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് അനുമോൾ അകത്തേക്ക് കയറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് ആര്യൻ പുതപ്പ് മൂടാതെയാണ് അവിടെ കിടക്കുന്നുള്ളത്. അനുമോൾ ആ സമയം അതിനകത്തേക്ക് നടന്നു പോകുന്നുണ്ട്. അനുമോൾ അവരുടെ അടുത്ത് എത്തുന്ന സമയം ആര്യനും ജിസേലും പുതപ്പ് മൂടിക്കിടക്കുന്നു. ഇവിടെ പെട്ടെന്ന് അനുമോൾ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ ആര്യനും ജിസേലും ഞെട്ടി എഴുന്നേൽക്കുന്ന പോലെയാണ് എഴുന്നേൽക്കുകയും ചെയ്യുന്നത്. അതാണ് അവിടെ നടന്നത്. ശരിക്കും അനുമോൾ ആ റൂമിനകത്ത് കയറുന്ന സമയത്തുള്ള ദൃശ്യവും ആരും ശ്രദ്ധിക്കുന്നില്ല. പകരം അനുമോൾ തട്ടി വിളിച്ച് അവർ ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് എല്ലാവരും കാണുന്നതും. ശരിക്കും അവിടെ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് അനുമോൾ പറയുന്നതിൽ കള്ളവുമില്ല, അതുപോലെ ആര്യനും ജിസേലും അവിടെ ഉമ്മ വച്ചിട്ടുമില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം പിന്നെ എന്താണ് അവിടെ നടന്നതെന്ന്. അതായത് അനുമോൾ റൂമിലേക്ക് വരുന്നത് വരെ അവർ പുതപ്പ് മൂടാതെയായിരുന്നു അവിടെ കിടക്കുന്നുണ്ടായത്. പെട്ടെന്ന് അനുമോൾ റൂമിലേക്ക് കയറി വന്നപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് പുതപ്പ് മൂടുന്നു. ഇവർ ശരിക്കും ഇവിടെ ഗെയിം കളിച്ചതാണെന്ന് അനുവിന് മനസ്സിലായതുമില്ല. ഇങ്ങനത്തെ ഒരു ഗെയിം അവർ കളിക്കണമെങ്കിൽ തക്കതായ കാരണം ഉണ്ടാകുമല്ലോ. അതായത് ഈ ആര്യനും ജിസയിലും അടുത്തിടപഴകുന്നതിൽ അനുമോൾക്ക് എന്തൊക്കെയോ കുഴപ്പമുള്ളതുപോലെ അവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. അതായത് ഇപ്പോഴേതെങ്കിലും ഒരു ടീമിൽ ആര്യനും ജിസയിലും ഒരുമിച്ച് വന്നാൽ ഉടനെ അനുമോൾ പറയും അവനെ പിടിച്ചിട്ട് അപ്പുറത്തെ ടീമിലിട്, അല്ലെങ്കിൽ നമ്മുടെ ടീമിലിടുന്നൊക്കെ അനുമോൾ പറയും. അനുമോള് ആര്യനും ജിസയിലും ഒരുമിച്ച് നിൽക്കുന്നതിൽ ഭയങ്കര പൊസസീവായിട്ടാണ് അവർ പെരുമാറുന്നത് എന്നാണ് ജിസയിലും ആര്യനും പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുമോള് കാണുമ്പോഴൊക്കെ അവർ കൂടുതൽ ഇൻറ്റിമസി അഭിനയിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അനുമോള് കൂടുതൽ പൊസസീവ് ആകാൻ വേണ്ടിയാണ് ഇവർ മനഃപൂർവ്വം ഇങ്ങനെ ഇൻറ്റിമസി കാണിക്കുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല കേട്ടോ. കാരണം ഈ ഒരു സംഭവം നടക്കുന്ന അന്ന് രാത്രിയിൽ പുറത്തിരുന്നിട്ട് ആദില, നൂറ ഇവരോടൊക്കെ ആയിട്ട് ജിസയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനുമോളെ കാണിക്കാനായിട്ടാണ് ഇവരിങ്ങനെ പല കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നത് എന്ന്. അത് സത്യമാണെന്നുള്ളത് അനുമോൾ കണ്ടു എന്ന് പറയുന്ന സീൻ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അനുമോൾ വരുന്നത് നോക്കി ആരും കിടക്കുന്നു. അനുമോൾ അടുത്തേക്ക് എത്തുമ്പോൾ പുതപ്പ് മൂടി തലയിലിടുന്നു. രണ്ടുപേരും മൂടി കിടക്കുവാണ്. അനുമോൾ വിളിക്കുമ്പോൾ രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേറ്റ്. ഇത് കാണുന്ന അനുമോളും പ്രേക്ഷകരും ചിലപ്പോഴും തെറ്റിദ്ധരിക്കാം. എന്തായാലും പുതപ്പിനടിയിൽ ഇവർ കിടക്കുമല്ലേ. ശരിക്കും ആര്യൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചെയ്തതെന്നറിയാവോ? ആര്യനാണ് അനുമോളുടെ കിറ്റ് എടുത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അനുമോൾ ഇങ്ങനെയൊക്കെ ഒരു പൊസസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയ ആര്യൻ അനുമോളെ കൂടുതൽ വട്ടം കറക്കമാണ് അവിടെ ഇട്ട് ചെയ്യുന്നത്. ഇത് പലപ്പോഴും അവിടെ നടന്നിട്ടുമുണ്ട്. കാരണം അനുമോൾ പറയാറുണ്ടല്ലോ, ഞാൻ കണ്ടു, ഞാൻ അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതായത് അനുമോൾക്ക് ചിലപ്പോൾ ദിവസങ്ങൾ മാറിപ്പോവും. പക്ഷെ ഇവരെപ്പോഴും അനുമോൾ കാണുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെയാണ് ചെയ്യാറ്. ഇങ്ങനെ കാണുമ്പോൾ അനുമോൾ വിചാരിക്കുന്ന എന്നാ ഇവർ തമ്മിൽ എന്തോ ഉമ്മ വയ്ക്കുവാണ്, കെട്ടിപ്പിടിക്കുവാണെന്നൊക്കെയല്ലേ അനുമോൾ വിചാരിക്കുക. ശരിക്കും അനുമോളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. അല്ലാതെ സത്യത്തിൽ ഈ പാവങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അനുമോളെ വട്ടാക്കാൻ ഇവർ ചെയ്ത കാര്യങ്ങൾ റിയൽ ആയിട്ട് ചെയ്തതാണ് അനുമോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സീന് കാണുന്ന പ്രേക്ഷകരും വിചാരിക്കും അനുമോൾ ഉറപ്പിച്ച് പറയുവാണല്ലോ, നല്ല കോൺഫിഡൻസോടുകൂടി പറയുവാണല്ലോ, അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും, അല്ലാണ്ട് അനുമോൾ ഇങ്ങനെയൊക്കെ പറയുമോ എന്ന്. അതുപോലെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ജിസയിലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്യുന്നവരും പറയുന്നുണ്ട് അവരങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇത്ര കോൺഫിഡൻസോടുകൂടി പറയുന്നുണ്ടല്ലോ, അവരങ്ങനെ തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? കാരണം അവിടെ ക്യാമറയൊക്കെ ഉള്ളതല്ലേ, എന്തായാലും അതൊക്കെ ക്യാമറയിൽ കാണത്തില്ലേ, അവർക്ക് അതിൻ്റെ പേടി കാണില്ലേ, പിന്നെ എങ്ങനെയാണ് അവർ ഇത്തരം തെറ്റുകളൊക്കെ ചെയ്യുക എന്നായിരിക്കും ഈ ആര്യനെയും ജിസേലിനെയും സപ്പോർട്ട് ചെയ്യുന്നവരും ചോദിക്കുന്നുണ്ടാവുക. എന്നാൽ സത്യത്തിൽ അവിടെ നടന്നത് ഒരു ഗെയിമാണെന്ന് ആരും പെട്ടെന്ന് ചിന്തിക്കത്തുമില്ല കേട്ടോ. ഇവർ പരമാവധി അനുമോളെ പറ്റിക്കാനായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. തലയണ മറച്ചു വയ്ക്കുന്നു, പുതപ്പ് മൂടുന്നു, അടുത്തിടപഴകുന്നു. അതൊക്കെ കണ്ടിട്ട് അനുമോൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല വൈൽഡ് കാർഡായിട്ട് കയറി വന്നവർ കൂടി പറഞ്ഞപ്പോൾ അനുമോൾക്ക് ഉണ്ടായ സംശയം ശരിയാണെന്ന് അനുമോൾ അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. അവിടെ എന്താണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അനുമോൾക്ക് ഒരു പരിധി വരെ ഒന്നും വിട്ട് പറയാനും പറ്റത്തില്ല. കാരണം എങ്ങനെ പറയും, അവർ കെട്ടിപ്പിടിച്ച് കിടക്കുവാണെന്നൊക്കെ പറയാൻ അനുമോൾക്ക് എന്തായാലും ഒരു മടി കാണും. അതുകൊണ്ട് തന്നെ ഒരാണും പെണ്ണും അടുത്തിടപഴകിയാൽ എന്തായിരിക്കും നടക്കുക? ഉമ്മ വെച്ച് കാണും. ആ സാധനം അനുമോൾ പറഞ്ഞവിടെ പിടിച്ച് നിൽക്കാൻ നോക്കിയതാവണം. ഇവിടെ അനുമോൾക്ക് തോന്നിയത് ഇങ്ങനെയാണെങ്കിൽ അത് തോന്നിപ്പിച്ചത് ആര്യനും ജിസയിലും കൂടിയാണ്. അപ്പോൾ ഇതായിരിക്കും ഇവിടെ നടന്നിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റൊന്നുമില്ല. കാരണം അനുമോൾ പൊസസീവാണ്, അതായത് ആര്യനും ജിസയിലും അടുക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് അവർ ഒന്നും എന്താ പറയുക, അതോട് കാണുന്നതൊക്കെ അവൾക്ക് തെറ്റായിട്ട് തോന്നി. അന്ന് അങ്ങനെ ചിന്തിക്കുന്ന അനുമോളെ കൂടുതൽ വട്ടം കറക്കാൻ വേണ്ടിയിട്ട് ആര്യനും ജിസയിലും ഇത്തരം സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ രണ്ട് കൂട്ടരും കള്ളം പറഞ്ഞിട്ടുമില്ല, രണ്ട് കൂട്ടരും തെറ്റ് ചെയ്തിട്ടുമില്ല.